ലോകത്ത് ഒരു പ്രധാനപ്പെട്ട യുദ്ധം ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി അവസാനിച്ചേക്കും എന്നുള്ളതാണ് നമുക്കെല്ലാം അറിയാൻ കഴിയുന്നൊരു കാര്യം. അത് ഇറാനും അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന ഒരു യുദ്ധമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു മധ്യസ്ഥത വഹിക്കാനുള്ള ഒരവസരം കിട്ടിയത് അല്ലെങ്കിൽ അത് എടുത്തത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായിട്ടുള്ള അസീം മുനീറിനും പാകിസ്ഥാനുമൊക്കെ തന്നെ അത് യഥാർത്ഥത്തിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ റെപ്യൂട്ടേഷൻ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം അറിയുന്ന പോലെ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ നാവികസേന വലിയ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ആ ഉപരോധം ഏർപ്പെടുത്തിയതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏതാണ്ട് 3 കപ്പലുകളാണ് അമേരിക്കൻ നാവികസേന തകർത്തിട്ടുള്ളത്. ആ 3ഉം ഇന്ത്യൻ കപ്പലുകളാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ലിങ്ക്ഡ് ആയിട്ടുള്ള കപ്പലുകളാണ്. ആ ഇന്ത്യൻ ലിങ്ക്ഡ് ആയിട്ടുള്ള കപ്പലുകളിൽ ഏറ്റവും ആദ്യം അവർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നത് അവരുടെ ഉപരോധത്തെ മറികടന്നുകൊണ്ട് ഇറാനിൽ നിന്നും എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകളാണ് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആദ്യത്തെ കപ്പൽ എന്ന് പറയുന്നത് സെറ്റോ ബെല്ല എന്ന് പറയുന്ന ഒരു കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. അത് അവരുടെ പടക്കപ്പലായിട്ടുള്ള എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന വാർഷിപ്പിൽ നിന്നാണ് അത് ആക്രമണം ഉണ്ടായത്. അവിടെ നിന്നുള്ള മിസൈലുകളാണ് ആക്രമിക്കപ്പെട്ടത്. അതിൽ 3 പേർ തൽക്ഷണം മരിച്ചു പോയിരുന്നു. പിന്നെ ഒമാൻ നേവി എത്തിയിട്ടാണ് 21ഓളം പേരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ മറ്റ് 2 ഷിപ്പുകൾ കൂടി അമേരിക്ക തകർത്തിട്ടുണ്ട്. ഇത് അമേരിക്ക ഇന്ത്യയുടെ ഷിപ്പുകൾ തകർത്തു, നമുക്ക് വലിയ നഷ്ടമുണ്ടായി എന്നുള്ളത് മാത്രമല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായേക്കാണ്, ഒരു നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണിത്. നമ്മളിവിടെയുള്ള സംഘപരിവാർ അനുകൂലികളും അതുപോലെ തന്നെ പ്രോ BJP മീഡിയകളുമെല്ലാം തന്നെ ഈ കാര്യത്തിൽ അങ്ങേയറ്റം സൈലൻ്റായി നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങിങ്ങ് ചില മലയാളം മീഡിയകൾ മാത്രമേ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് കിട്ടിയത് വലിയ ഒരു അടിയാണ്. ആ അടി കിട്ടി എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ജയശങ്കർ ഇതിനെതിരെ ഞങ്ങൾ വലിയ പ്രതിഷേധം അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടുകയും അവരുടെ ആളുകളെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തപ്പോൾ അതിനെ പുല്ല് വില പോലും കൽപ്പിക്കാതെ അങ്ങേയറ്റം അപഹാസ്യമായ രീതിയിൽ അപമാനിച്ചു വിടുകയാണ് അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറി, വിദേശകാര്യ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബി ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ മന്ത്രി തന്നെയാണ്. അദ്ദേഹം പറഞ്ഞേക്കുന്നത് അമേരിക്കയുടെ ഉപരോധത്തെ മറികടന്നുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിച്ചാൽ ഒരു കാരണവശാലും തന്നെ അതിനെ ഒന്നും ഞങ്ങൾക്ക് അനുകൂലിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പാട് നോക്ക് എന്നുള്ള ലെവലിലുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ഒരു പ്രതികരണമാണ് ഈ പറയുന്ന മാർക്കോ റൂബിയുടെ കാര്യത്തിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ടെല്ലാം തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഒരിക്കൽ കൂടി ഉലയുകയും വഷളാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഇന്ത്യയിലെ ചില കമ്പനികൾക്ക് യൂറോപ്യൻ യൂണിയനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, ചില പ്രധാനപ്പെട്ട കമ്പനികൾക്കൊക്കെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ ഇന്ത്യയെ ഏതാണ്ട് വീണ്ടും വരിഞ്ഞു മുറുക്കാൻ അമേരിക്ക തയ്യാറാകുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് അറിയണം. കൂടാതെ ഇതേ ഘട്ടത്തിൽ തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ്റെ നിരവധി രാജ്യങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ വിരുദ്ധ കുടിയേറ്റ പ്രക്ഷോഭങ്ങളും കൂടി ഉടലെടുക്കുന്നത് എന്നുള്ളത് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അമേരിക്ക ഇന്ത്യയുമായിട്ട് അത്ര നല്ല സുഖത്തിലല്ലാതായിരിക്കുന്നു. നമ്മൾ ലോക ഗുരുവാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ അഭിമാനം കൊണ്ടിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ബന്ധങ്ങളൊന്നും നമുക്കില്ലെന്നും അമേരിക്ക യഥാർത്ഥത്തിൽ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് പാകിസ്ഥാനോടാണ് എന്നുള്ളത് കൂടി ആലോചിക്കണം. ഇതൊക്കെ പറയുമ്പോൾ ഇന്ത്യയുടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിമാരോ ഒക്കെ തന്നെ വളരെ കൃത്യമായി പ്രതികരിക്കാത്തതെന്ത് എന്ന് പറയുന്ന വലിയ ചോദ്യമാണ് ഉയർത്തുന്നത്. നേരത്തെ നമുക്കറിയാം അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു IFS ഓഫീസർ, അവരുടെ പേര് ഒരു വനിതാ ഓഫീസറാണ്, ഗൊബ്രക്കട്ട എന്ന് പറയുന്ന, അവരുടെ ഒരു സെർവൻറ്റ് അവിടെ വലിയ പ്രശ്നമുണ്ടാക്കുകയും ഇവരുമായിട്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഇവർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടന്നപ്പോൾ അത് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റിക്ക് എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമുണ്ടാക്കാൻ അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റൊക്കെ കാലത്ത് കഴിഞ്ഞിരുന്നു. അതിൽ നിന്ന് അമേരിക്കക്ക് പിന്നോക്കം പോകേണ്ടി വന്നു എന്നുള്ളത് നമുക്കറിയാം. ആ ഘട്ടത്തിൽ അന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ പ്രേക്ഷകർ ഓർക്കണം. കാരണം നമ്മളിവിടെ അമേരിക്കൻ എംബസികൾക്കുള്ള സുരക്ഷകൾ പിൻവലിച്ചിരുന്നു എന്നുള്ളത് അറിയണം. പിന്നെ ഇതിനു മുമ്പ് നിരവധി ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. കാരണം റിച്ചാർഡ് നിക്സൺ എന്ന് പറയുന്ന
അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചിട്ട് ഇങ്ങോട്ട് ഞങ്ങൾ ഈ പറയുന്ന പോലെ 7ാം കപ്പൽപ്പടയെ അയക്കും എന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധിയെ ഭീഷണിപ്പെടുത്താൻ നോക്കിയപ്പോൾ ഒരു കപ്പലും വന്ന പോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് തിരിച്ചു പോവില്ല എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. അജ്ഞാതമായിട്ടുള്ള ചില കാരണങ്ങളാൽ യഥാർത്ഥത്തിൽ ഇന്ത്യ അമേരിക്കയുടെ മുമ്പിൽ ഭയന്ന് പറക്കുകയും സറണ്ടർ ആവുകയും ചെയ്യുകയാണോ എന്ന് പറയുന്ന ഒരു തോന്നലാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യത്തെ ഒരു സംഭവം മാത്രമല്ല. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, യഥാർത്ഥത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നിർത്തി എന്ന് നമ്മുടെ രാജ്യത്തോട് പറയേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വമോ ഒക്കെയാണ്. പക്ഷെ നമ്മളോടത് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപാണ് എന്ന് മാത്രമല്ല, ട്രംപിൻ്റെ ഭരണകൂടമാണ്. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ബിസിനസ് വേണോ അതോ യുദ്ധം വേണോ എന്ന് ചോദിച്ചപ്പോൾ യുദ്ധം നിർത്താൻ ഞാൻ ആവശ്യപ്പെട്ടു, അതുകൊണ്ട് രണ്ടുപേരും യുദ്ധം നിർത്തി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരം നിരവധി കാര്യങ്ങളിൽ പലപ്പോഴും അമേരിക്കയിൽ ട്രംപ് പറയുന്നത് പോലെ ഇന്ത്യ വഴങ്ങിക്കൊടുക്കുകയാണോ അല്ലെങ്കിൽ അതിനോടൊന്നും കൃത്യമായി പ്രതികരിക്കാൻ കഴിയാത്തത് എന്ത് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ പിന്നിൽ ചില സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ 28 ട്രില്യൺ എക്കോണമിയാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയുടെ അത്തരത്തിൽ അമേരിക്കയുമായിട്ടൊരു അനിഷ്ടം സമ്പാദിച്ചാൽ വേൾഡിലുള്ള മറ്റ് രാഷ്ട്രങ്ങളൊക്കെ തന്നെ നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം പലപ്പോഴും വഷളാകും എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ എങ്കിൽ പോലും മുൻ ഗവൺമെൻറ്റുകൾ അപേക്ഷിച്ച് അവരൊന്നും ചെയ്യാത്ത രീതിയിലുള്ള വളരെ സൈലൻ്റ് ആയിട്ടുള്ള വളരെ നിരുത്തരവാദപരമായിട്ടുള്ള മൗനം യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെൻറ് തുടരുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഉണ്ടാകാൻ സാധ്യതകളില്ല. കാരണം ഇന്ത്യൻ എക്കോണമി തന്നെ വലിയ പ്രശ്നത്തിലാണെന്നും അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്നൊക്കെയുള്ള പല പല റീസൺസാണ് യഥാർത്ഥത്തിൽ കേൾക്കാൻ കഴിയുന്നത്. പക്ഷെ ഒരു കാര്യം കറക്റ്റാണ്, ഇന്ത്യയുടെ പടക്കപ്പലുകളെ യഥാർത്ഥത്തിൽ അമേരിക്ക ആക്രമിച്ചിരിക്കുന്നു. അതിൽ 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ പടക്കപ്പലുകളല്ല, ഇന്ത്യയിലേക്ക് എണ്ണ കൊണ്ടുവരുന്ന ഇന്ത്യൻ ലിങ്ക്ഡ് ആയിട്ടുള്ള കപ്പലുകളെ അമേരിക്ക ആക്രമിച്ചിരിക്കുന്നു. അതിൽ 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ തന്നെ 21 പേരെ ഒമാൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാര്യം കൂടി അറിയണം, ഹോർമൂസ് കടലിടുക്കിൽ നിന്നും പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കുമുള്ള കപ്പലുകളൊക്കെ തന്നെ അമേരിക്കയുടെ നാവികസേന ഒരു തടസ്സവുമില്ലാതെ കടത്തിവിടുന്നുണ്ട് എന്നുകൂടി അറിയുമ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നുള്ളത് കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്.